അല്ല ഗൈസ്, നമ്മൾ ചെറുക്കനത് പെയിന്റ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്സ് സെറ്റിംഗ് ആണ്. നമ്മുടെ പെയിന്റ് ചെയ്ത പാർട്സ് ഒക്കെ ഉണ്ടല്ലോ, പെയിന്റ് ചെയ്ത പാർട്സ് ഒക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പെയിന്റ് ഒക്കെ ചെയ്ത് വെച്ച് പാർട്സ് ഒക്കെ എല്ലാ പാർട്സും നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പാർട്സ് നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യാൻ പോവുകയാണ്, വണ്ടി സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് സെറ്റിംഗ്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ടോപ്പ് ഗ്ലാസ് സെറ്റ് ചെയ്യണം. ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്ലാസ് ആണ് വണ്ടി സെറ്റ് ചെയ്തത്. അപ്പോൾ ഗ്ലാസ് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ സൈഡിൽ ഡോർസ് ഇല്ല, നമ്മൾ ഒരു സൈഡ് ഡോർ ഇതാ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഡോറും ഇതാ അതേപോലെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളിത് ടൈറ്റ് ചെയ്യുകയാണ്, സ്ക്രൂ ടൈറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് നമ്മളിതാ ഇപ്പം വണ്ടിയുടെ വീൽസ് ബോഡി സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വണ്ടിയുടെ സീറ്റ് നമ്മൾ വണ്ടിയുടെ പാനലിൽ തന്നെ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് ഡാഷ് ബോർഡിൽ കണക്ട് ചെയ്തു. പിന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ബമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ബോഡി നമ്മളിപ്പോൾ കണക്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് ബമ്പർ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ല് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഡോറിൻ്റെ സൈഡിലെ ഇന്നർ ഡോർ അത് നമ്മൾ കണക്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് നമ്മൾ വണ്ടിയിൽ കണക്ട് ചെയ്തു. അപ്പോൾ എല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ഔട്ട് ഇങ്ങനെയാണ്, കണ്ടല്ലോ. ഫൈനൽ ഔട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വിൻറ്റേജ് കാറിൻ്റെ പ്രോജക്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫോളോ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഷോർട്സ് ഒക്കെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.